ചന്ദ്രികയിലളിയുണ്ണൻ ചന്ദ്രകാന്തം നെഞ്ചിരിയിലളിയുണ്ണൻ ജീവരാഗം. പ്രേംചന്ദ്, ഓ, നീലവാനിലലിയുന്നു രാഗമേഘം, നെഞ്ചിരിയിൽ വീടറുണ്ണൻ ജീവരാഗം. സൂപ്പർ. എന്റെ പാട്ടാണോ സാർ? അല്ലല്ല, ക്ലീനിങ്. സൂപ്പർ, ഗുഡ് വർക്ക്. താങ്ക് യു. നന്നായിട്ടുണ്ട്. താങ്ക് യു. ആരും ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ല. എങ്ങനെ ക്ലീൻ ചെയ്യും സാർ? പാട്ട വണ്ടി. അങ്ങനെ പറയരുത്, വണ്ടി സൂപ്പറാണ്. ഇതേ ഞാൻ 25 വർഷം മുമ്പ് ജോലി കയറിയപ്പോ ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടിയാണ്. ഇപ്പോഴും നല്ല കണ്ടീഷനാണ്. ഓടിച്ച് നോക്കിയാൽ അറിയാം. ഞാൻ എന്നും ഓടിക്കുന്നില്ലേ, കണ്ടീഷനാണ്. ഇവിടെ 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഇത് തോടത്തില്ല, ക്ലീൻ ചെയ്യില്ല, പക്ഷേ നല്ല വർക്ക്. താങ്ക് യു. ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. അച്ഛൻ എന്താ ഇത്ര നേരത്തെ? അച്ഛന് നേരത്തെ പോയിക്കൂടെ? അല്ല, അങ്ങനെയല്ല, ചോദിച്ചെന്നേ. എന്റെ അമ്മ എവിടെ? അമ്മ അടുക്കളയിൽ. വിളിക്കണോ? വേണ്ട വേണ്ട, വിളിക്കണ്ട. ആ അച്ഛാ, പിന്നെ പോയിട്ട് വരുമ്പോ വേറെ ഒന്നുമില്ല, വേണമെങ്കിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ട് വരാം. എനിക്കും വേണം സാർ ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോ അച്ഛാ, ഈ കിവിയോ സ്ട്രോബെറിയോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചോണ്ട് വരുമോ? മക്കളങ്ങ് ടോപ്പ് ഐറ്റംസ് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെയാണല്ലോ വേണ്ടേ? അല്ലേ അങ്കിൾ? അതെ അതെ, ഗിവി മതി. ഗിവി ആകുമ്പോ നല്ല ടേസ്റ്റ് ആണല്ലേ? അതെ. പിന്നെ നിന്റെ ചേച്ചി എവിടെ? ചേച്ചി ജിമ്മിൽ പോയിട്ട് വന്നേ ഉള്ളൂ. ഇപ്പം ഭയങ്കര ക്ഷീണം, കിടന്ന് ഉറങ്ങണം. ഇതൊക്കെ ഉറക്കങ്ങള് ഞാൻ മാറ്റി തരുന്നുണ്ട്, ഉറക്കവും ക്ഷീണമൊക്കെ. ആ റിസൾട്ട് ഇങ്ങോട്ട് വന്നോട്ട് കേട്ടോ. വന്നാ എടി, മണി എത്രയായി? 9 മണിയായി. ഇപ്പോഴാണ് എഴുന്നേറ്റ് പറഞ്ഞത്. ഇന്ന് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ കുറച്ചു നേരം ഉറങ്ങി, പിന്നെ ഒന്ന് ഫ്രഷായി. പിന്നെ രണ്ടും കൂടെ ഇവിടെ കിടന്ന് ബോളും അടിയൊന്നും ഉണ്ടാക്കരുത്. കുത്തിക്കൊണ്ടിരിക്കല്ലേ ഫോണില്. അമ്മയെ സഹായിക്കണം, അല്ലെങ്കിൽ പോയി പഠിക്കണം. എന്നെ സഹായിക്കണം. പറഞ്ഞു കൊടുക്കണം സാർ. പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണേ കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണേ പുള്ളി. എന്തോ ചെറിയ പ്രശ്നമുണ്ടോ കേക്കാം. ഇത് പഠിക്കണം, അല്ലെങ്കിൽ അമ്മയെ സഹായിക്കണം കേട്ടോ. അതെ, എന്തെങ്കിലും സഹായം പറയുമ്പോ ഉടനെ പഠിത്തമാവും. ഞാൻ പോണു. അച്ഛാ, വർക്ക്ഷോപ്പിൽ കിടക്കണേ കാറിന്റെ കാര്യം എന്തായി? കാറിന്റെ കാര്യം ഉടനെ ശരിയാവും, പണിഞ്ഞോണ്ടിരിക്കുന്നു. ഉടനെ റെഡിയാവും. പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പഠിക്കായിരുന്നു. അയ്യടാ, ഇനി അതിന്റെ കുറവും കൂടെ ഉള്ളൂ. എനിക്ക് അറിഞ്ഞൂടെ സാർ, എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചു തന്നെ സാർ. നിങ്ങൾ പണി ചെയ്യും. ഓ ശരി ശരി. സാറ് ഇറങ്ങട്ടെ, അപ്പൊ പഠിക്കാം. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ തുടച്ചതാണ് സാർ. പൊടി ഉണ്ടായിരുന്നു, ശക്തമായി പൊടി ഉണ്ടായിരുന്നു. ഇവിടുത്തെ പണികൾ ചെയ്യും. ഓക്കെ. ഓ ശരി. മക്കളെ നിന്നേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നിൽക്കണേ. ഞാൻ ശ്രദ്ധിക്കാം, അവർ ശ്രദ്ധിച്ചാൽ ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മയടുത്തും കൂടെ പറഞ്ഞേക്ക് കേട്ടോ. ആ ശരി. ദൈവമേ, ഒരു കുഴപ്പവും ഭർത്താരെ കാട്ടണേ. ഉരുളയ്ക്ക് പേര്